നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ILR അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ലോസ് ആകുമെന്നുള്ളത്? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇൻഡിഫിനൈറ്റ് ലീവ് ടു റിമെയിൻ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ഇൻ UK എന്ന് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു UK വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വിസ ആണെങ്കിൽ നമുക്ക് 5 ഇയറിനുള്ളിലും, നമുക്ക് സ്റ്റുഡന്റ് വിസ ആണെങ്കിൽ 10 ഇയറിലുമാണ് നമ്മൾ ILR അല്ലെങ്കിൽ സെറ്റിൽമെന്റ് അപ്ലൈ ചെയ്യുന്നത്. പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ILR അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ലോസ് ആകുമെന്നുള്ളത്? അതെ, 2 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ILR ലോസ് ആവും. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2 വർഷത്തിൽ കൂടുതൽ UK നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ILR ലോസ് ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാട്ടിലേക്ക് 2 വർഷത്തിൽ കൂടുതൽ തിരിച്ചുപോയി, അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു രാജ്യത്ത് 2 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പോയി, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ILR ലോസ് ആവും. അങ്ങനെയാണ് നിങ്ങൾക്ക് ബോർഡറിൽ നിന്ന് UK എൻട്രി ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസിൽ പെടുന്നു, അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ പെടുന്നു. അത് ഹോം ഓഫീസിന്റെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ പ്രകാരം അല്ലെങ്കിൽ കോർട്ടിന്റെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങളുടെ ILR ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 2 റീസൺസ് ആണ് പ്രധാനമായിട്ടും UK ILR ലോസ് ആകാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Please subscribe our channel. Thank you so much for watching.